നല്ല സുന്ദരം പാൽപ്പായസമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലത്തിലെയും അമ്പലപ്പുഴയിലെയും ഒക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ സൂപ്പർ പായസമാണ്. ഇത് വേറെങ്ങുമല്ല, ഡൽഹിയിലുള്ള നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഞങ്ങൾ 2 ലിറ്റർ വാങ്ങി. ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡൽഹിയിലും ഉണ്ടേ ഒരു ഗുരുവായൂരപ്പൻ. ഇന്നത്തെ വ്ലോഗ് അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാട്ടോ. അപ്പോൾ ഞങ്ങൾ തണുപ്പ് സമയത്താണ് പോയത്. കുറച്ച് നാൾ മുന്നേ പോയൊരു വീഡിയോ ആണ്. രാവിലെ ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റ് തല കുളിച്ചു. നല്ല തണുപ്പായിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ തല കുളിക്കുക എന്ന് പറഞ്ഞൊരു പതിവ് നമുക്ക് കുഞ്ഞിലേ ഉള്ളതാണല്ലോ. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എവിടെ ചെന്നാലും. അങ്ങനെ 5 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. കാരണം നല്ല മൂടൽമഞ്ഞാണ്. അപ്പം നമുക്ക് മെല്ലെ മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. അങ്ങോട്ട് പോകണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചത് കൊണ്ടാണ് എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. വിസിബിലിറ്റി കുറവായിരുന്നു. വൈപ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. കാരണം കുറച്ച് മഞ്ഞിൻ്റെ തുള്ളികളും വീഴുന്നുണ്ടായിരുന്നു ഫോഗിൻ്റെ കൂടെ. ഇറങ്ങിയപ്പോൾ ഒട്ടും വെട്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വെട്ടം മെല്ലെ മെല്ലെ വീണു തുടങ്ങി. എങ്കിലും വിസിബിലിറ്റി കുറച്ച് കുറവായിരുന്നു. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അമ്പലം ഡൽഹിയിൽ മയൂർ വിഹാറിലാണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ, മയൂർ വിഹാർ, ഡൽഹി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ സൂര്യൻ വന്നിട്ടുണ്ട് കേട്ടോ. സൂര്യൻ നല്ല തെളിഞ്ഞു നിൽപ്പുണ്ട്. അങ്ങനെ ഫോഗൊക്കെ മാറി. മയൂർ വിഹാർ ശരിക്കും ഡൽഹി നോയിഡയുടെ ഏകദേശം ഒരു ബോർഡറായിട്ട് വരും. നമ്മുടെ യമുന നദിയൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് പോകുന്ന വഴിയിൽ. നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട്. ഫോഗൊക്കെ മാറി നല്ല തെളിഞ്ഞ് നല്ലൊരു അന്തരീക്ഷം കിട്ടിയിട്ടുണ്ട്. 1983 ഈ അമ്പലം ഇവിടെ പണി കഴിച്ചത് എന്നാണ്. നമ്മൾ അമ്പലത്തിനകത്തെത്തിയിട്ടുണ്ട്. മലയാളീസും തമിഴ്നാട്ടിലും ഉള്ളവരാണ് കൂടുതലും വരുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഒത്തിരി വരാറുണ്ട്. ഒരുവിധപ്പെട്ട നമുക്ക് വിശ്വാസികളെല്ലാം വന്ന് പോകുന്നൊരു അമ്പലമാണിത്. ക്യൂവോ കാര്യങ്ങളോ ഒന്നും നിൽക്കാതെ വളരെ സുഖമായിട്ട് തൊഴുത് വരാൻ പറ്റുന്നൊരു നല്ല അമ്പലമാണ് നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ അമ്പലം. ഇവിടെ കുറച്ച് പ്രാർത്ഥനയുടെ ബുക്കൊക്കെ ഇതേ വെച്ചിട്ടുണ്ട്. അത് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും അങ്ങനെ കുറേ ഭാഷകളുടെ ഉണ്ട്. നമുക്ക് ഡൊണേറ്റ് ചെയ്യാം, നമുക്കതെടുത്ത് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഒരു സ്റ്റോർ, നമുക്ക് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും നമ്മുടെ നാട്ടിലെ മലയാളം കലണ്ടറും എല്ലാം കിട്ടും. ശരിക്കും മലയാളികൾ തന്നെയാണ് ഇതൊക്കെ നടത്തുന്നത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഒരു വിളക്ക് വാങ്ങി കേട്ടോ. നമ്മുടെ നാട്ടിലെ വിളക്കുണ്ടല്ലോ, ഓട്ടുവിളക്ക്. ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ചെറിയ വാതിലാണ്. എല്ലാവർക്കും ശരിക്കും മനസ്സമാധാനത്തോടുകൂടി വന്ന് തൊഴാൻ പറ്റും. നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റും. എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട്. വലിയൊരു കൊടിമരം ഉണ്ട് ഫ്രണ്ടില്. ഇവിടെ വന്ന് തൊഴുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സമാധാനം കിട്ടുന്നൊരു അന്തരീക്ഷം തന്നെയാണ്. ആളുകളൊക്കെ നിലത്തിരുന്ന് നാമം ജപിക്കുന്നുണ്ട്. തിരക്കൊന്നും ഇപ്പോൾ അധികം അനുഭവപ്പെടുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ അമ്പലത്തിനെ വെച്ചിട്ട് തിരക്കേ ഇല്ല. നമുക്ക് ക്യൂ നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. സുഖമായിട്ട് വന്ന് തൊഴുത് ഭഗവാനെ കൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കുറേ അധികം സമയം ഇരുന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. സൂര്യൻ ചെറുതായിട്ട് ഇങ്ങനെ വെട്ടം വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, തണുപ്പ് കാലമാണ്. ഇതാണ് അമ്പലത്തിലേക്കുള്ള മെയിൻ ഗേറ്റ്. അപ്പോൾ അവിടെ ഒരു സൈഡിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഊരിയിട്ടിട്ട് അകത്തോട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ്. നമ്മുടെ യമുന നദിയാണ് ഇടത്ത് സൈഡ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഇനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കർണാടക എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. കർണാടകക്കാരുടെ തന്നെയാണെങ്കിലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ നല്ല ഫുഡെല്ലാം കിട്ടും. പിന്നെ അതുകൂടാതെ നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസും എല്ലാം കിട്ടും. ഞാൻ ഒരുപാട് വട്ടം കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് വന്ന് കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അങ്കു എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. കുറച്ച് വലുതായതിനു ശേഷം അവനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവൻ ആദ്യം ഷെസ്വാൻ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. നല്ല ചൂടോടുകൂടി അവർ കൊണ്ടുവന്നു. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞാനൊരു സൗത്ത് ഇന്ത്യൻ താലി മീൽസും രാക്കെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. സൗത്ത് ഇന്ത്യൻ താലി മീൽസിൽ 4 പൂരി ഉണ്ടായിരുന്നു, വലിയൊരു പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ തൈര്, അടപ്രഥമൻ്റെ പായസം ഉണ്ടല്ലോ, പിന്നെ കൂട്ടുകറി, സാമ്പാർ, രസം, പിന്നെ നമുക്ക് പൂരിക്ക് കഴിക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. കൂടെ ഒരു ബൗള് ചോറും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്കിത്ത് പിന്നെ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. രാക്കേക്ക് കോഫി മതിയെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഒരു ലൈം ജ്യൂസ് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. രാക്കയുടെ കോഫി വന്നിട്ടുണ്ട്. രാക്കയുടെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ കോഫി. അപ്പോൾ അത് മിസ് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ഞങ്ങൾ ഡൽഹിയിൽ കറങ്ങാൻ എവിടെയെങ്കിലും വരുവാണെങ്കിൽ കർണാടകയിൽ കയറി എന്തെങ്കിലും കഴിക്കാതെ പോകത്തില്ലായിരുന്നു. അത്രയ്ക്കൊരു നൊസ്റ്റാൾജിയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് കർണാടകയിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതേ ടേസ്റ്റ് തന്നെ തോന്നി. അമ്മ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മേനെയും കൊണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അങ്കിത്ത്
ചെറുപ്പത്തിൽ, അതായത് കുഞ്ഞായിരുന്നപ്പോഴാണ് അങ്കിത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ വീണ്ടും കർണാടകയിലോട്ട് തിരിച്ച് വരുന്നത് നമ്മൾ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് തിരിച്ചു പോവാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ നിന്ന്. ഒത്തിരി പ്രത്യേകതയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഒത്തിരി മനസ്സിന് സമാധാനം തോന്നിയ ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ തുലാഭാരവും കല്യാണവും അങ്ങനെ വിശേഷങ്ങളൊക്കെ നടത്തുന്നൊരു വലിയ അമ്പലം തന്നെയാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ നമ്മുടെ ഡൽഹിയിലെ അയ്യപ്പൻ്റെ അമ്പലത്തിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കേപുരം അമ്പലത്തിനെ കുറിച്ചും ഞാൻ നമ്മുടെ തെർമൽ ഫാമിലിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ അതേ വിശ്വാസങ്ങളുള്ള അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.